നിന്റെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ അഴിഞ്ഞാടി നടക്കരുതെന്ന്. അതെ, തന്നെ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ബ്യൂട്ടി കോൺഷ്യസ് ആയി എനിക്ക് ഈ അടുക്കള കിടന്ന് അറിയിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ പുറത്തു പോകും, ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വരും. അതിപ്പോ രാവിലെ പകലൊന്നും നോക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. മര്യാദക്ക് സംസാരിച്ചിട്ടുണ്ടല്ല. താനൊരു ചുക്കും ചെയ്യില്ല. പോടോ, താനൊരു ചുക്കും ചെയ്യില്ല. ഇല്ലടി, എനിക്ക് വരാൻ പറ്റത്തില്ല. ബെഡ് റെസ്റ്റ് പറഞ്ഞേക്കുമല്ലേ. കാലമാട ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റീൽസും ഷോർട്സും വരും. സ്ത്രീവിരുദ്ധ കോണ്ടന്റ് മാസും കോമഡിയും ഒക്കെയായി കാണിച്ച് പുളകം കൊള്ളുന്ന ചിലരുടെ വീഡിയോസ്. ഇതിപ്പോ വീഡിയോ ഇട്ടവർക്ക് മാത്രമാണ് ബോധമില്ലാത്തതെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ കമന്റ്സിൽ നല്ലൊരു ശതമാനം ആളുകളും ഫുൾ സപ്പോർട്ടാണ്. നമ്മുടെ അഭിമാനം അളിയാ നീ കാത്തു, കൊടുത്തു, പണി കൊടുത്തു, ഇത് ഒടുക്കത്തെ പ്രതികാരമായി പോയി. ആണുങ്ങളുടെ ഈഗോ ഉണർത്തിയാൽ ഇങ്ങനെ വീട്ടിലിരിക്കാം. അങ്ങനെ പോകുന്നു കമന്റ്സ്. വൈഫ് ഹസ്ബൻഡിന് ഇഷ്ടമല്ലാത്ത ക്ലോത്ത്സ് ഇട്ടാൽ പുറത്തു പോയാലൊക്കെ അത് നിർത്തിക്കാനുള്ള ആയുധമാണ് വൈഫിനെ പ്രഗ്നന്റ് ആക്കാൻ. 2025 ഇതൊക്കെ മാസായി കാണിക്കാൻ കുറച്ചൊന്നും ഉളുപ്പില്ലായ്മ പോരാ. പിന്നെ നമ്മൾ ടോക്സിക് പേരന്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇയാൾ കുട്ടിയെ ഉണ്ടാക്കിയതിന്റെ കാരണം. അതായത് ഭാര്യയെ വീട്ടിൽ അടക്കി നിർത്താനുള്ള ഒരു ആയുധം മാത്രമായിരിക്കും അയാൾക്ക് ആ കുട്ടി. ഇതേ ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ ശരിക്കും ഈ കാരണം കൊണ്ട് കുട്ടികളെ ഉണ്ടാക്കുന്നുണ്ടാകുമല്ലോ. ആ കുട്ടികളുടെ ഒരു അവസ്ഥ.